ഹായ്, നമസ്കാരം. വെൽക്കം ടു സ്റ്റഡി ത്രില്ലർ. ഇന്നൊരു പ്രത്യേക കാര്യം പറയാനുള്ള വീഡിയോ ആണ്. ക്ലാസ് അല്ല. അറിയാലോ, ഇന്ന് നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് വരുന്ന ദിവസമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കുട്ടികളോടും പാരൻസിനോടും പറയാനുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. വേറൊന്നുമല്ല, പലപ്പോഴായിട്ട് ഇത്തരം റിസൾട്ടുകൾ വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. അപ്പോഴും നമ്മൾ കണ്ടതാണ്, അതിന് മുൻപുള്ള വർഷങ്ങളിൽ നമ്മൾ കണ്ടതാണ് കുട്ടികളുടെ ആത്മഹത്യകൾ. ഒന്നുകിൽ മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഫുൾ A+ കിട്ടാത്തതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. എക്സാം റിസൾട്ട് വരുമെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വാർത്തകളും നമ്മൾ കാണുന്നുണ്ട്. വളരെ വിഷമിപ്പിക്കുന്നൊരു കാര്യമാണിത്, കുട്ടികളുടെ ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? കുട്ടികളോട് ആദ്യമേ ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളിൽ പറഞ്ഞിരിക്കുന്ന മാർക്കുകളല്ല നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത്. സത്യമാണ്, നിങ്ങൾക്ക് മാർക്ക് വേണം. ഹയർ സ്കോർ കിട്ടിയാൽ അതനുസരിച്ച് ഹയർ എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങളുടെ തുടർന്നുള്ള എഡ്യൂക്കേഷൻ ഏത് തരത്തിലാകണമെന്നും പുതിയൊരു അഡ്മിഷൻ നേടണമെന്നുള്ള ആ ഒരു സംഭവത്തിന് വേണ്ടി മാത്രമുള്ളതാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന മാർക്ക്. അല്ലാതെ നിങ്ങളുടെ ജീവിതം ഇനി അങ്ങോട്ട് എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നതല്ല സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന മാർക്ക്. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. ഫുൾ A+ കിട്ടിയ സർട്ടിഫിക്കറ്റ് കൊണ്ട് ജീവിതത്തിൽ എവിടെയെങ്കിലും ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുതിയൊരു അഡ്മിഷന് വേണ്ടി മാത്രമേ അത് ഉപകരിക്കത്തുള്ളൂ. +1 അഡ്മിഷൻ നേടാൻ നമുക്കത് ഉപയോഗിക്കാം, അത്രയേ ഉള്ളൂ. ഇനി +2 മാർക്കാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം, അത്രയേ ഉള്ളൂ. ഇനി ആ എഡ്യൂക്കേഷൻ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് വെച്ച് നിങ്ങളുടെ ലൈഫ് പാഴായി പോകുന്നില്ല. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതല്ലാത്ത ഒരുപാട് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ 10ലും +2ലും ഒക്കെ ഫുൾ A+ വാങ്ങിയ എല്ലാവരും ജീവിതത്തിൽ രക്ഷപ്പെട്ടവരാണോ? അങ്ങനെയുള്ള എത്ര പേരെ നിങ്ങൾക്കറിയാം? ഇനി അതുപോട്ടെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന പല മഹാന്മാരുടെയും മാർക്ക് ലിസ്റ്റുകൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ പുച്ഛം തോന്നും. അത്തരത്തിലാണ്. ഫെയിലായിട്ടുള്ള ഒരുപാട് പേരെക്കുറിച്ച് നമ്മൾക്ക് പഠിക്കാൻ പോലും. നമ്മൾ പഠിക്കുന്ന പല മഹാന്മാരുടെയും മാർക്ക് ലിസ്റ്റ് അങ്ങനെ തന്നെയാണ്, കുറവാണ്. ഫുൾ മാർക്ക് കിട്ടിയവരില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടാവാം, പക്ഷേ ഇല്ലാത്തവരാണ് കൂടുതലും. സോ ഫുൾ മാർക്ക് മേടിക്കുക അല്ലെങ്കിൽ ഫുൾ A+ മേടിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ജീവിത ലക്ഷ്യമായിട്ട് നിങ്ങൾ കാണരുത്. നിങ്ങളുടെ പഠിത്തത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അഥവാ അത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പോട്ടെ, അത് കളഞ്ഞേക്ക്. അതിൻ്റെ പേരിൽ എന്തിനാണ് നിങ്ങൾ ജീവൻ അവസാനിപ്പിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങളുടെ ജീവൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റും? നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലല്ലോ. അപ്പോൾ അതെല്ലാം ഒറ്റയടിക്ക് നഷ്ടപ്പെടുത്തുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്. സോ വിദ്യാർത്ഥികളോടുള്ള ഒരു അപേക്ഷയാണ്, ദയവ് ചെയ്ത് മാർക്കിൻ്റെ പേരിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. നിങ്ങളുടെ പാരൻസിനെ കുറിച്ച് ഓർക്കൂ. അവർ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്? മാർക്ക് കുറയുമ്പോൾ ചിലപ്പോൾ അവർ വഴക്ക് പറയുമായിരിക്കും, സ്വാഭാവികം. അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നിങ്ങൾ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ അവർ വഴക്ക് പറയും, അതവിടെ നിൽക്കട്ടെ. പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങൾ ജീവൻ അവസാനിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? മറ്റേതെങ്കിലും രീതിയിൽ അവരെ സന്തോഷിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്? ജീവിതകാലം മുഴുവനുള്ള ഒരു ട്രോമ അവർക്ക് കൊടുക്കേണ്ടതുണ്ടോ? നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടത്തി തന്ന് നിങ്ങളെ വളർത്തി ഇത്രയും ആക്കി അവരോട് ഇത്തരത്തിലുള്ളൊരു തെറ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ടോ? ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അവരെ അത്തരത്തിൽ വിഷമിപ്പിക്കാതിരിക്കുക. മറ്റുള്ളവർ ആരെയും കുറിച്ച് ഓർക്കണ്ട. മറ്റുള്ള റിലേറ്റീവ്സ് എല്ലാം നിങ്ങളെ മറക്കും, അവരൊക്കെ അവരുടെ രീതിക്ക് പോകും. പക്ഷേ നിങ്ങളുടെ പാരൻസ്, ആ 2 പേരെ നിങ്ങൾ ഓർത്തേ പറ്റൂ. അവരുടെ വിഷമം അത്ര പെട്ടെന്ന് പോകത്തില്ല. നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും അവർ ജീവിക്കുന്നത്. സോ അവരുടെ വിഷമം നിങ്ങൾ കണ്ടില്ല എന്ന് വിചാരിക്കരുത്. അവർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നവരിൽ ഒരാളെങ്കിലും ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സേ നോ ടു സൂയിസൈഡ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഇത് പലപ്പോഴായിട്ട് പലരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതായിരിക്കാം. എങ്കിലും വീണ്ടും ഞാൻ പറയുകയാണ്, ഇന്ന് റിസൾട്ട് വരുന്ന ദിവസമായതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. കഴിഞ്ഞ റിസൾട്ട് 10ാം ക്ലാസ്സിൽ റിസൾട്ട് വരുന്നതിന് മുൻപ് ഞാനിത് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല. ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ടെൻഡൻസി മാറുകയാണെങ്കിൽ അത് എനിക്കൊരു സമാധാനം കിട്ടുന്ന കാര്യമാണ്. സോ പ്ലീസ്. ഇനി പാരൻസിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുട്ടികൾക്ക് ഓവർ പ്രഷർ കൊടുക്കാതിരിക്കുക. അവരെ കൊണ്ട് പറ്റുന്ന മാർക്ക് അവർ മേടിക്കട്ടെ. നിങ്ങൾ എന്തിനാണ് അവരെ ഫുൾ മാർക്കിന് വേണ്ടി ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്? അത് വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? അവർക്കൊരു അഡ്മിഷൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സിന് അഡ്മിഷൻ കിട്ടും. ഒന്നിന് കിട്ടിയില്ലെങ്കിൽ മറ്റൊന്നിന് കിട്ടും. അവരെന്തെങ്കിലുമൊക്കെ പോയി പഠിച്ചോളും. അല്ലാതെ അവരങ്ങനെ പഠിത്തത്തോടെ അവസാനിപ്പിച്ച് പോകുകയൊന്നുമില്ല. മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്ത് അവരുടെ മാർക്കിനെ കുറ്റപ്പെടുത്താതിരിക്കുക. അവരെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അവർ മാർക്ക് മേടിക്കട്ടെ. എല്ലാവർക്കും ഫുൾ മാർക്ക് മേടിക്കാനും ഫുൾ A+ മേടിക്കാനും കഴിഞ്ഞെന്ന് വരില്ലല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിൽ അവർ മാർക്ക് മേടിക്കട്ടെ. ദയവ് ചെയ്ത് കുട്ടികളോട് പാരൻസ് ഈ ഒരു രീതി മാറ്റുക. ഫുൾ മാർക്ക് മേടിക്കുക. ഇപ്പോൾ കഴിഞ്ഞ CBSE റിസൾട്ടൊക്കെ വന്ന സമയത്ത്
ഒരു മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലൊക്കെ വിഷമിക്കുന്ന പാരൻസിനെ ഞാൻ കണ്ടിരുന്നു. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഫുൾ മാർക്കിന് 1 മാർക്കിൻ്റെ മാത്രം കുറവ്. അതിൽ പറയുകയാണ് കുറച്ചുകൂടി പഠിച്ചിരുന്നെങ്കിൽ ആ 1 മാർക്ക് കൂടെ കിട്ടത്തില്ലായിരുന്നോ എന്ന് പറയുന്ന ഒരു മദറിനെ ഞാൻ കണ്ടു. ഇതൊക്കെ എന്താണ്? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? 1 മാർക്കല്ലേ കുറഞ്ഞുള്ളൂ. അപ്പോൾ ആ കുട്ടി എത്രത്തോളം നന്നായിട്ട് പഠിച്ചു എന്ന് ആലോചിക്കുക. എന്നിട്ട് പോലും അതിനെ വിഷമിപ്പിക്കുന്ന രീതിയിലല്ലേ അവർ സംസാരിച്ചത്. ഇത്തരത്തിലുള്ള സംസാരങ്ങൾ തന്നെയാണ് കുട്ടികളെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. സോ പാരൻസ് ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കുക, ഓരോ കുട്ടിക്കും ഓരോ സ്പെഷ്യൽ കഴിവുകളുണ്ട്. എല്ലാവർക്കും ഒരേപോലെ പഠിക്കാൻ പറ്റണമെന്നില്ല. ഓരോരുത്തർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ പഠിച്ച് മാർക്ക് മേടിക്കട്ടെ. സോ പ്ലീസ് കുട്ടികളെ വെറുതെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതിരിക്കുക. കുട്ടികളോട് ഒന്നുകൂടി പറയുകയാണ്, നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഈ മാർക്കുകളല്ല. അത് മനസ്സിലാക്കുക പ്ലീസ്. അപേക്ഷയാണ്. ഓക്കെ, എന്തായാലും എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. റിസൾട്ട് വരുമ്പോൾ എല്ലാവരും ജയിക്കട്ടെ. ഓക്കെ.